ഇത് വി മുരളീധരനാണ് സനാതനധർമ്മത്തിൻ്റെ അപ്പോസ്തലനാണ് ശ്രീനാരായണ ഗുരു എന്ന നിലയിലുള്ള പ്രചരണം കൊണ്ടുവരുന്നത്. അതിനെയാണ് യഥാർത്ഥത്തിൽ അതേ വേദിയിൽ വെച്ചു തന്നെ തീർത്ഥാടന വേദിയിൽ വെച്ചു തന്നെ മുഖ്യമന്ത്രി വിമർശിക്കുന്നതും. അതുകൊണ്ട് ഇത് രണ്ടിനെയും നമ്മൾ ഒരുമിച്ച് തന്നെ കാണണം. സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ മേൽമുണ്ട് വിവാദവും വരുന്നത് എന്നുള്ളതാണ് ലോജിക്കലി നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുക. അതാണ് സച്ചിദാനന്ദ സ്വാമി പറയുന്നത്. ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം എന്നു പറയുന്നതിൻ്റെ കാരണം ഏതർത്ഥത്തിലാണ് നിങ്ങൾ പുരുഷഭക്തന്മാർ ചില ക്ഷേത്രങ്ങളിൽ എത്തുമ്പോൾ ഈ മേൽവസ്ത്രം ധരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നത്? അതിനൊരൊറ്റ കാരണമല്ലേ ഉള്ളൂ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. വളരെ ലോജിക്കലായ ചോദ്യമാണ്. അതും ഒരു സന്യാസ ശ്രേഷ്ഠൻ ഇത്തരം ലോജിക്കലായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു പുരോഗമന സമൂഹം ആ ചോദ്യത്തെപ്പറ്റി ആലോചിക്കുകയാണ് വേണ്ടത്. എന്താണ് ആ ചോദ്യം ചോദിച്ചത്? എന്താണ് വസ്ത്രം മാറ്റിയാൽ കാണാൻ കഴിയുന്നത്? വസ്ത്രം മാറ്റിയാൽ ശരീരത്തിൽ ഒരൊറ്റ അടയാളമേ കാണാനുണ്ടായിരുന്നുള്ളൂ. അത് സാമൂഹികമായ ഒരു അടയാളമായിരുന്നു. അത് ജന്മം സിദ്ധമായിട്ട് കിട്ടുന്ന അടയാളവുമായിരുന്നില്ല. ആ സാമൂഹികമായ അടയാളം എന്ന് പറയുന്നത് പൂണൂലായിരുന്നു. അപ്പോൾ പൂണൂലുള്ള വ്യക്തിയെ കണ്ടാൽ തിരിച്ചറിയണം. അതിനുവേണ്ടി നിങ്ങൾ ഉടുപ്പ് ഊരിയണം, ബനിയന് മൂരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷർട്ട് മാത്രമല്ല, ബനിയന് മൂരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരിടത്ത് എന്തുകൊണ്ടാണിതെന്ന് പറഞ്ഞപ്പോൾ ചില ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ചില ആളുകൾ പറഞ്ഞത് ചില ചക്രങ്ങൾ നെഞ്ചിനുള്ളിലുണ്ട്. സ്ത്രീകളുടെ ചക്രങ്ങൾ, ഇപ്പോൾ ആദ്യചക്രമോ മറ്റോ അത് നെറ്റിയിലാണുള്ളത്, എന്നാൽ പുരുഷന്മാരുടേത് അങ്ങനെയല്ല, നെഞ്ചിലാണുള്ളത് തുടങ്ങിയ വിദണ്ഡവാദങ്ങളാണ് ഉന്നയിക്കുന്നത്.